ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇട്ട വ്ളോഗിൻ്റെ ബാക്കിയാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ രാവിലെ തന്നെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാലൻസ് നമ്മളിതിന് മുന്നേ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ, അതൊന്ന് കയറി കാണാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈസ് ഞാൻ വെള്ളം പോകാനായിട്ട് കഴുകി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് എത്ര അരിയാണോ അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സ്പൈസസ് ഒരുപാട് ചേർക്കണില്ല. പിന്നെ നമ്മൾ ഓൾറെഡി ചിക്കനിലേക്കുള്ള മസാല എന്ന് വെച്ചാൽ പുതിനയില, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, നല്ല ജീരകമല്ല പെരുംജീരകം, ഇത്രയും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 1 സ്പൂണോളം. ബാക്കി നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേസ്റ്റും കൂടെയും ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അരിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അതുപോലെ തന്നെ സവാളയും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലും പിന്നെ കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് വറുത്തെടുക്കുന്നത് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. നമ്മൾ അധികം വെള്ളം ചേർത്തിട്ടില്ല. ബാക്കി നമ്മൾ ഈ ഒരു ചിക്കൻ വേവുന്ന സമയം കൊണ്ടാണ് ബാക്കി ആ റൈസ് വെന്ത് കിട്ടണം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പോട്ടിൽ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ചിക്കൻ നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു കുറച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരു ലെയർ റൈസ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പുതിനയും മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ അതിൽ നിന്ന് കുറച്ചും കൂടെയും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് നെയ്യ്, ഇത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത ലെയറായിട്ട് ബാക്കിയുള്ള റൈസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഗരം മസാല, നെയ്യ് ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പുതിനയില, മല്ലിയില, കറിവേപ്പില, ഇത് നമ്മൾ ഇങ്ങനെ 1-2 ലെയറായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം. 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇങ്ങനെ വെക്കുന്നതിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നിയത് നമ്മൾ സവാളയൊക്കെ വഴറ്റിയിട്ട് ചിക്കൻ ചേർത്തിട്ട് ചെയ്യണതാണ് കേട്ടോ. ഇത് നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലും എനിക്കിഷ്ടപ്പെട്ടത് നമ്മൾ സവാള വാട്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയും എന്താ പറയുക, ബിരിയാണി ഞാനൊന്ന് ട്രൈ ആക്കി നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി പീസിലെ 2 എന്താ പറയുക ലെഗ്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് ഫ്രൈ ചെയ്ത് കൊടുത്തു വിടാനായിട്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അടുക്കള ക്ലീനിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ അറിയാം എന്തോരം പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പുറകുവശമൊക്കെ നന്നായിട്ട് വേഗം ക്ലീനാക്കി. വേറെ ഒന്നുമല്ല, നമുക്ക് ഒന്ന് കോതമംഗലം വരെ പോകാനുണ്ട് കേട്ടോ. കോതമംഗലത്തിന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന്, അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. എന്നാൽ പിന്നെ കുറച്ച് പപ്പടം കൂടെ മറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പപ്പടം വേറെ ഉണ്ടായിരുന്നില്ല, പിള്ളേർക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുട്ടി പപ്പടം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് വറുത്തെടുക്കൽ കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം കുറേ വറുത്താലാണല്ലോ നമ്മുടെ പാത്രത്തിൽ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഞാൻ അത്യാവശ്യത്തിന് മാത്രം വേഗത്തിൽ കുറച്ചങ്ങ് ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. റൈസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പിള്ളേർക്ക് ഇന്ന് സ്കൂളിൽ ചോറ് കൊടുത്ത് വിട്ടിട്ടില്ല. കാരണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കണം. അപ്പോൾ അവർക്കുള്ളതും കൂടെ പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും കാണിക്കാൻ മറന്നുപോയി. അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഇക്കായും കുഞ്ഞോളും കൂടെയും കോതമംഗലത്തിന് പോകാണ്. അപ്പോൾ നമ്മൾ കോതമംഗലത്തിന് എന്താ പോകണമെന്ന് വെച്ചാൽ നമ്മൾ സേഫാണ്. കുറേ നാളായിട്ടോ സൈക്കിൾ മേടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കണു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടിയില്ല, നമുക്ക് ഈ തവണ സൈക്കിൾ ഒരെണ്ണം വാങ്ങി കൊടുക്കാം. അവനങ്ങനെ സൈക്കിളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ. മൂത്തവർക്ക് 2 പേർക്കും പിന്നെ 2-3 പ്രാവശ്യം വെച്ച് 2 പേർക്കും സൈക്കിളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ സൈക്കിളില്ല കേട്ടോ, കാരണം ഒക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതായാലും കുഞ്ഞോളും ഞാനും ഇക്കായും കൂടെയും കോതമംഗലത്തിന് പോവാണ്. അപ്പോൾ ഫൈസൽ കട വണ്ടി എടുത്തിട്ട് വന്നു. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേ സൈക്കിൾ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോതമംഗലത്തുള്ള സൈക്കിൾ കടയിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന്
നമ്മൾ ആദ്യമേ കണ്ട സൈക്കിൾ തന്നെയാണ് അവസാനം എടുത്തത്. ഈ ഒരു സൈക്കിളാണ് കേട്ടോ നമ്മൾ എടുത്തത്. അപ്പോൾ അവൻ്റെ സൈസിന് പറ്റിയിട്ടുള്ള സൈക്കിൾ തന്നെയാണ്. തോംസൺ സൈക്കിൾസ് എന്നാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഈ ഒരു ഷോപ്പ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കോതമംഗലം പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് ഒരു സ്വർണ്ണക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ, റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഇത് കണ്ടു, ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹീറോടെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അന്നേരം ആ ചേട്ടൻ പോയിട്ട് ഹീറോടെ എടുത്തുകൊണ്ട് വന്നു. ഹീറോടെ കാണാനും കുറച്ചും കൂടെ ലുക്കൊക്കെയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ റേറ്റ് അങ്ങ് കൂടും കേട്ടോ. അപ്പോൾ പറഞ്ഞു റേറ്റ് കൂടിയതെടുത്താലും കുറഞ്ഞതെടുത്താലും എന്തായാലും പൊളിക്കും, നാശാക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആ ചേട്ടനും പറഞ്ഞു ഇത് തന്നെ എടുത്താൽ മതി എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു അവർക്ക് കുറച്ചും കൂടെ മാർജിൻ ഉണ്ടാകുക, കമ്പനി സാധനങ്ങളല്ലല്ലോ, അല്ലാത്ത ടൈപ്പ് സാധനങ്ങളായിരിക്കുമല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം മറ്റേതെടുത്താൽ മതി എന്ന് പറഞ്ഞത്. ഇതാണ് കേട്ടോ ഹീറോയുടെ സൈക്കിളാന്ന് പറഞ്ഞു. കുറച്ചും കൂടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആ ഒരു പിങ്ക് കളറ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അങ്ങനെ ആ ചേട്ടൻ തന്നെ കാറിൽ എടുത്ത് വെച്ചെന്നു. അങ്ങനെ സൈക്കിൾ മേടിച്ചതിന് ശേഷം നമ്മൾ അടുത്തത് കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ ആ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കോറിന് എന്നാൽ പിന്നെ അമ്മാസിയിൽ നിന്ന് ഒരു കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരു 1/2 kg മേടിക്കാമെന്നാണ് വിചാരിച്ചേക്കണേ. അങ്ങനെ നമ്മൾ അമ്മാസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഫ്ലേവർ കേക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മുഹമ്മദ് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറിയുടെ കേക്ക് മേടിക്കണം എന്നാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ സ്ട്രോബെറി ഉണ്ടായിരുന്നില്ല, പിന്നെ ബ്ലൂബെറി ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് കവറിനും അത് മേടിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു 1/2 kg ബ്ലൂബെറിയുടെ കേക്കാണ് മേടിച്ചത്. അങ്ങനെ അത് പാക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ. അവിടുത്തെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും മേടിച്ചില്ല. പിന്നെ ഒരു 4 വയസ്സിൻ്റെ ഒരു സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. കാരണം പിള്ളേർ സ്കൂളിൽ നിന്ന് വരും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് അംഗൻവാടിയിൽ നിന്നൊക്കെ വരും. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വൈകിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ അതേ നമ്മൾ ലാസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നമ്മുടെ നെയ്ബർ ദാസേൻ്റെ വീട്ടിൽ നമ്മൾ സൈക്കിൾ വെച്ചു കേട്ടോ. കാരണം വൈകുന്നേരം സന്ധ്യ ആയിട്ടാണ്, നമ്മൾ സന്ധ്യ കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്യത്തുള്ളൂ. അന്നേരം സൈക്കിള് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇക്കാക്കാണ് ഈ സർപ്രൈസ് കൊടുക്കൽ വീക്ക്നെസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ദാസേൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സൈക്കിൾ വെച്ചു. കാരണം വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവർ കണ്ടുപിടിക്കും കേട്ടോ. അങ്ങനെ ഇപ്പം നിലവിൽ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്, അംഗൻവാടിയിൽ നിന്നൊക്കെ വന്ന് വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടുപോകൽ എന്താ പറയുക റിസ്ക്കാണ്. കാരണം അവർ വണ്ടി കാണുമ്പോൾ തന്നെ എന്തായാലും അവർ ഇറങ്ങി വരും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അങ്ങനെ ഇക്കതേ ദാസേൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചിനോട് പറഞ്ഞു പിള്ളേരോട് പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒളിഞ്ഞോ കണ്ടോ നീ ഇറങ്ങല്ല മനസ്സിലാകുന്നു. പിന്നെ അതേ വൈകുന്നേരത്തേക്ക് ഇന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചായക്ക്. വേറെ ഒന്നുമല്ല, ബിരിയാണി ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വൈകുന്നേരം അവർ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവർക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ ഇന്ന് ബിരിയാണി ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും അവർ കഴിച്ചോളും. അവർക്ക് ഞാൻ ബിരിയാണി വിളമ്പി കൊടുത്ത് പിള്ളേർക്കൊക്കെ. എന്നിട്ട് ഞാൻ നമ്മൾ പായസം ഉണ്ടായിരുന്നല്ലോ, രാവിലെ പായസം ഉണ്ടാക്കിയത് ഓരോ ഗ്ലാസ് പിള്ളേർക്ക് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ളതാണ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിള്ളേർക്കും കൊടുത്തു. പിന്നെ നമ്മുടെ കുഞ്ഞോൾക്കും കുറേശ്ശെ പായസം സേമിയ ആയിരുന്നല്ലോ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മൾ കുറച്ച് പായസമൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് നേരം ഞങ്ങളിതേ ഇക്കായും ഞാനും പിള്ളേരും എല്ലാവരും കൂടി അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നു. ഇക്ക കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോൾ കുറച്ച് പഴുത്ത മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ കാണിക്കാതെ. വേറെ ഒന്നുമല്ല, കുറച്ച് ഡ്രിങ്ക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മക്കൾക്കാണെങ്കിലും ഇക്കാക്കും എനിക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക്സ് ഉണ്ട്. ഞാൻ കൂടുതലും മാമ്പഴം വെച്ചിട്ട് അതാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ അങ്ങ് കളഞ്ഞെടുത്തു. പിന്നെ നമ്മൾ 2 വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം വളരെ ചെറിയ ക്യൂബ്സായിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുന്നതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചവ്വരി എടുത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചവ്വരി കുതിർത്തതാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ കുതിർത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുഹമ്മദും അയാനും കൂടെയും പായും കൂടെ
കൂടെ അടിവാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഹമ്മദിനും അയാനും ചെരുപ്പ് മേടിക്കാനൊക്കെ ആയിട്ട് ബർത്ത്ഡേ ആയിട്ട് വാപ്പ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെരുപ്പാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വീഡിയോ കൂടെ കാണുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇത് നേരിട്ട് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. പഴകിയ ചെരുപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് പിന്നെ മാറ്റാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മുഹമ്മദിനെ ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇക്ക പറഞ്ഞു സോപ്പിട്ട് ആളത് മാറ്റാം എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ ആയി. അയാന് മേടിച്ചിട്ടുണ്ടായിരുന്ന കെട്ടിച്ചെരുപ്പിട്ട. പിന്നെ അതേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തോ മുയലിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ടോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ദിവസത്തേക്കാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുള്ളൂ. കാരണം മൂത്തത് മുഹമ്മദ് ഒക്കെ തല്ലി പൊളിച്ച് കളയും. കുഞ്ഞുങ്ങൾക്ക് അധികം ദിവസമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ അതേ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടു. കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ദിവസമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദിനൊരു പാൻറ്റും ഷർട്ടും വാപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു പാൻറ്റും ഷർട്ടൊക്കെ. ഇത് അടിവാട് മർഹബ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ അതൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കി ഞങ്ങൾ. നല്ലതാണ്, മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് മുഹമ്മദിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെരുപ്പ് കൊള്ളത്തില്ല, അത് നമുക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ആളെ സോപ്പിടാൻ കേട്ടോ. അപ്പോൾ വലിയൊരു ചർച്ചയിലാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട്. അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ആൾ സമ്മതിച്ചു. അങ്ങനെ അടിവാട് പോയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഞാൻ തിരിച്ചു അടുക്കളയിലേക്ക് തന്നെ പോന്നു. അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ചവ്വരിയൊക്കെ അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഊറ്റി കളയാം. എന്നിട്ട് പച്ചവെള്ളത്തിലൊന്ന് വേണമെങ്കിൽ ഒന്ന് കഴുകിയെടുക്കുക, ഒരു ഒട്ടിപ്പൊക്കെ മാറാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് പാലും ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. നല്ല ജ്യൂസാക്കി എടുക്കണം കേട്ടോ. ഒരു മാങ്ങ നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് മധുരം കൂടെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഇതിലേക്ക് അധികം പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത മാങ്ങ അത്ര എന്താ പറയുക നല്ല പഴുത്തതല്ല, അതുകൊണ്ടാണ് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണേ കേട്ടോ. ഇനി ഇതേ നന്നായിട്ടൊന്ന് അരച്ച് നോക്കാം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മധുരമൊക്കെ ഒന്ന് നോക്കി, വേണമെങ്കിൽ പഞ്ചസാര നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പാലും കൂടെ വേണമെങ്കിൽ ചേർത്തൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ കുറച്ച് മധുരം കുറവാണ്, ഞാൻ എടുത്ത മാങ്ങക്ക് മധുരം കുറവായതുകൊണ്ടാണ്. നന്നായിട്ട് അരച്ചതിന് ശേഷം ഞാനിതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഇക്കായും മുഹമ്മദും അടിവാട് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെരുപ്പ് മാറിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാലിക്കൊരു ഷൂ മേടിച്ചിട്ടുണ്ട്. കാരണം ഇവർക്ക് എല്ലാവർക്കും ഷൂ ഉണ്ട്, സാലിക്ക് ഷൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനൊരു ഷൂ മേടിച്ചിട്ടുണ്ട്. പിന്നെ മുഹമ്മദിന് ആ ഒരു ആദ്യം മേടിച്ച യെല്ലോ കളറ് മാറ്റിയിട്ട് വേറൊരു കളറ് ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഒരു തത്തമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് അത് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് ഒരു കിലിക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ദിവസത്തേക്ക് മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ അതേ സാലിക്ക് ഷൂ മേടിച്ചിട്ടുണ്ട്. സാലിയുടെ കാല് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് അവനിക്ക് ചെരുപ്പ് അത്യാവശ്യം വലുത് തന്നെ വേണം. പിന്നെ അതേ മുഹമ്മദിൻ്റെ കെട്ടുചെരുപ്പ് ഇതാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ചെരുപ്പ് നമുക്ക് വീഡിയോയിൽ കാണാൻ നല്ലതായിരുന്നെങ്കിലും നേരിട്ട് കാണാൻ അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ. പഴകിയതായിരുന്നു, അതുകൊണ്ടാണ് നമ്മളത് എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെരുപ്പാണ് അവന് വാങ്ങിയത്. എല്ലാം കഴിഞ്ഞ് നമ്മളിത് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലൂബെറിയുടെ ഒരു 1/2 kg ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി എന്താ പറയുക പിള്ളേരല്ല മുഹമ്മദ് വാപ്പാനോടൊക്കെ പറയണു, അല്ലെങ്കിൽ ഇക്കാടടുത്ത് പറയണു ഡയറി മിൽക്ക് വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഡയറി മിൽക്ക് 2-3 മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ലഡുവും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെ കേക്ക് അങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ രാജേച്ചിയും സുപ്രചേട്ടനും പിന്നെ നമ്മുടെ നവ്യം ഉണ്ട്, വേറെ ആരും ഇല്ല കേട്ടോ. ഈ ഒരു സമ്പ്രദായം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിതിന് എന്താ പറയുക, ഇതൊരു ആചാരമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, പിള്ളേരൊരു സന്തോഷം. പ്രത്യേകിച്ച് നമ്മളങ്ങനെ എപ്പോഴും വീട്ടിലെ കേക്കുകളൊന്നും അങ്ങനെ മേടിക്കാറൊന്നുമില്ല. അപ്പോൾ ഏതായാലും വർഷത്തിൽ 4 പേരുണ്ട്. 4 പേരുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം അവർക്ക് എന്താ പറയുക ആസ്വദിച്ച് കഴിക്കാനുള്ളത് കിട്ടും. പിന്നെ ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ 1/2 kg മേടിക്കുന്നത് അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഓരോ പീസ് കഴിക്കാനുള്ളത് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അങ്ങനെ കൊതി മാറുന്ന വരെ കഴിക്കാനുള്ള പീസൊന്നും അതിൽ കിട്ടത്തില്ല. അപ്പോൾ അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് ഓർത്ത് മാത്രം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ അതിൽ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ അതേ നമ്മുടെ രാജിച്ച് അവനൊരു ഉടുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായി. ആ ഒരു ഉടുപ്പ് തന്നെയാണ് ഇപ്പോൾ കൂടുതലും അംഗൻവാടിയിലൊക്കെ ഇട്ടിട്ട് പോണത് കേട്ടോ.
ഞാനൊരു ചെരുപ്പ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതും സർപ്രൈസായിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. ഇത് കുറച്ച് നാളായിട്ടോ ഞാൻ മേടിച്ച് വെച്ചിട്ട്. ഒരിക്കൽ ചെരുപ്പ് മേടിക്കാനായിട്ടോ എന്തിനോ നമ്മൾ കടയിൽ പോയപ്പോൾ ഈ ഒരു സ്പൈഡർമാൻ്റെ ചെരുപ്പ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച് വെച്ചതാണ്. അവന് സ്പൈഡർമാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. എന്ത് സാധനവും അവന് സ്പൈഡർമാൻ്റെ വേണം എന്നുള്ള രീതിയിലാണ് പറയൽ. അപ്പോൾ ഏതായാലും നല്ല രസം കാണാനും നല്ല കളർഫുൾ ഒക്കെ ആയിട്ട് ഞാൻ മേടിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞതാണ് ഇത് പാകം ആവത്തില്ല എന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചു പാകമാവുമെന്നാണ് കേട്ടോ. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ പാകമല്ല. പിന്നെ നമ്മളത് അവിടെ ഊരി മാറ്റാനായിട്ട് കൊണ്ടുപോയി. പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കേറിയിരിക്കാ അയ്യാരാ അവിടെ നേരെ ചവിട്ടറാ. ചവിട്ടിക്ക മറിയൂല. അപ്പോൾ ആൾക്ക് സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ സൈക്കിൾ കൊടുത്ത് നമ്മൾ സൈക്കിൾ മേടിച്ച് നെയ്ബറുടെ വീട്ടിൽ വെച്ചേക്കല്ലായിരുന്നോ. അവർ തൊട്ട് മുന്നേ പോയി എടുത്തുകൊണ്ട് വരാണ് ചെയ്തത്. ആൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എപ്പോഴും നമ്മളിങ്ങനെ അത് മേടിച്ച് കൊടുക്കുക ഇത് മേടിച്ച് കൊടുക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ മേടിച്ച് കൊടുക്കാത്തതുകൊണ്ട് പുള്ളിക്കാരൻ അത് വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സൈക്കിൾ കിട്ടും എന്നുള്ള കാര്യമൊന്നും. പിന്നെ അതേ നമ്മുടെ രാജേച്ചിയുടെ മോള് സൂര്യ വിളിക്കുന്നുണ്ട്. അവൾ അയർലൻഡിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് എന്താ പറയുക ബർത്ത്ഡേക്ക് വിളിച്ചതാണ് രാജേച്ചിയുടെ ഫോണിൽ. അപ്പോൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര മിസ്സിങ് ആണ് ഇതൊക്കെ. കാരണം ആളുണ്ടായിരുന്നെങ്കിലും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര മിസ്സിങ് ആണ്. ആ സമയത്ത് എന്തായാലും ആൾ വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആൾ ഹാപ്പി ആയിട്ടിരിക്കണ്, ഞങ്ങളും ഹാപ്പി ആയിട്ടിരിക്കണ്. അങ്ങനെ അവസാനം ദേ സൈക്കിൾ രാജേച്ചി മേടിച്ചു കൊടുത്ത് ഉടുപ്പ് ഇട്ടേക്കണയാണ് കേട്ടോ അത്. പിന്നെ ആൾ സൈക്കിളിമേന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 2-3 ദിവസത്തേക്ക് സൈക്കിളിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പം അത്ര അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ. ആ ഒരു പൂതി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ആ ഒരു ഡ്രിങ്ക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ തണുക്കാനായിട്ട് വെച്ചേക്കായിരുന്നു. ചൗവരി അതുപോലെ തന്നെ മാംഗോ കട്ട് ചെയ്തിട്ട് വച്ചേക്കണത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് പാലും ചേർത്ത് നമുക്കിത് ലൂസാക്കി എടുക്കാം കേട്ടോ. നല്ല തിക്കിനാണ് ഞാൻ ജ്യൂസ് അടിച്ചെടുത്തത്. ബാക്കി പാല് ചേർത്ത് മിക്സ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ എല്ലാ ഗ്ലാസ്സിലേക്കും സെർവ് ചെയ്യാണ് ഇനി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിച്ചതിന് ശേഷം മാത്രം ഇത് കഴിച്ചാൽ മതി. ഡെസേർട്ട് പോലെ അല്ലെങ്കിൽ ജ്യൂസ് പോലെയൊക്കെ. കാരണം ഇത് കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വയറങ്ങ് നിറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ ഇത് കഴിക്കുന്ന എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. കാരണം ആ ഒരു മാംഗോ പീസസും അതുപോലെ തന്നെ ചൗരിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇക്ക എല്ലാവർക്കും ഇതേ സെർവ് ചെയ്ത് കൊടുത്തു. വാപ്പാക്കും അനിയനും പിള്ളേർക്കും അതുപോലെ തന്നെ രാജേച്ചിക്കും നവിക്കൊക്കെ കൊടുത്തു. ചേട്ടൻ കഴിച്ചില്ല. ചേട്ടനിപ്പോൾ എന്താ പറയുക മധുരം ഒഴിവാക്കിയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ കഴിച്ചില്ല. അങ്ങനെ ജ്യൂസൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് പേരൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇക്കക്ക് ഇന്ന് കളി ഉണ്ടായിരുന്നു. രാത്രി ടർഫിൽ കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക കളിക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെ എന്താ പറയുക രാത്രിയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിച്ച് കുറച്ച് രാജിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയായിരുന്നു. ഇന്നൊരു ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ്. നമ്മൾ കൂടുതലെന്നല്ല നമ്മൾ ഹാപ്പി ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ എന്താ പറയുക ഷെയർ ചെയ്യാറ്. സങ്കടങ്ങൾ അങ്ങനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരെയും കൂടെ സങ്കടപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താ പറയുക ഷെയർ ചെയ്യാം വീഡിയോസ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ ബൈ, താങ്ക് യു.